നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ചരിത്ര വിജയം നേടി. എന്നിട്ടും നാണം കെട്ട് ആ വിജയത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല തിരുവനന്തപുരത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ. 50 വാർഡുകളിൽ ബി.ജെ.പി. ഉണ്ട്. ഇനി എങ്ങനെയെങ്കിലും ഒരു 50 വാർഡ് തട്ടിക്കൂട്ടി അല്ലെങ്കിൽ 51 വാർഡ് തട്ടിക്കൂട്ടിയെടുത്ത് ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് അകറ്റുക. ഇതാണ് തിരുവനന്തപുരത്തെയും കേരളത്തിലെയും CPM-ന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം. നമ്മൾ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, ചിലയിടത്ത് ആല് കുരുത്താൽ ചിലർക്കത് തണല്. അതുപോലെയാണ് തലസ്ഥാന ജില്ല. അതിനേക്കാൾ വലിയ വിഷമങ്ങൾ ഉള്ള ചർച്ചകൾ നടത്തുന്ന മാധ്യമങ്ങളുണ്ട്. ചർച്ചകൾ മറ്റൊന്നുമല്ല, ആരാകും കോർപ്പറേഷൻ മേയർ, ആ കോർപ്പറേഷൻ മേയറെ സംബന്ധിച്ച് ബി.ജെ.പിയിൽ തമ്മിലടി, ബി.ജെ.പിയിൽ വലിയ കലഹം, മേയറെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ, ഇന്നയാളിനെ മേയറാക്കണമെന്ന് ബി.ജെ.പിയുടെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു, മറ്റൊരാളെ മേയറാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തെ കുറിച്ചുള്ള വിവരമില്ലായ്മയാണ് ആദ്യമായി ഈ മാധ്യമങ്ങളെ പഠിപ്പിക്കേണ്ടത്. എന്താണ് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം? ബി.ജെ.പിക്ക് ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആരാണ് മേയർ എന്ന് ബി.ജെ.പി തീരുമാനിക്കും. അതിന് അവരുടെ കോർ കമ്മിറ്റി ഉണ്ട്, അവരുടെ സംസ്ഥാന നേതൃത്വമുണ്ട്. ആ സംസ്ഥാന നേതൃത്വത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. RSS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കൂടി അംഗീകാരത്തോടു കൂടി അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി. അവരുടെ ഓരോ സ്ഥാനത്തേക്കുള്ള ആളുകളെയും ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിതിൻ നബീൻ ബി.ജെ.പിയുടെ രാജ്യത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. നിതിൻ നബീൻ എന്ന പേര് എത്ര മാധ്യമങ്ങൾ കേട്ടിട്ടുണ്ട്? ഇതിനു മുൻപ് കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ നിതിൻ നബീന്റെ പേര് ചർച്ച ചെയ്തിട്ടുണ്ട്? നിതിൻ നബീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ബി.ജെ.പിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? അപ്പോ ബി.ജെ.പി. കൃത്യമായി തന്നെ അതിന്റെ സംഘടനാ സംവിധാനത്തിന്റെ തലപ്പത്തേക്ക് ആളുകളെ കൊണ്ടുവരാൻ കൃത്യമായ ഒരു പ്ലാനിങ് അവർക്കുണ്ട്. 2019 JP നദ്ദ ബി.ജെ.പിയുടെ വർക്കിംഗ് പ്രസിഡന്റായി വന്നപ്പോൾ അന്ന് ആ പേര് കേൾക്കാത്ത മാധ്യമ പ്രവർത്തകരായിരുന്നു ഏറെ ഉണ്ടായിരുന്നത്. അതിനു മുൻപ് നിതിൻ ഗഡ്കരി ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായപ്പോൾ അതാര് എന്ന് തലപുകഞ്ഞ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അപ്പോ പാർട്ടിയിലെ എല്ലാവർക്കും പോലും ചിലപ്പോൾ ഇവരെ കുറിച്ച് അറിഞ്ഞെന്ന് വരില്ല. പാർട്ടിയിലെ പ്രധാനികൾക്ക് കൃത്യമായി അറിയാം. അങ്ങനെ രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഓരോ ആൾക്കാരെ ഓരോ സ്ഥലത്തേക്ക് കണ്ടെത്തിക്കൊണ്ടുവരുന്നു. അവരേറ്റവും മികച്ചതായിരിക്കും. ഗഡ്കരി വന്നു, ഗഡ്കരി പാർട്ടിയെ മുന്നോട്ട് നയിച്ചു. അതിനുശേഷം JP നദ്ദ വന്നു, JP നദ്ദ 6 വർഷക്കാലം പാർട്ടിയെ നയിച്ചു. ഇപ്പോൾ ഇതാ നിതിൻ നബീൻ എന്നൊരു വ്യക്തി വരുന്നു. അധികം വൈകാതെ JP നദ്ദ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ പദവി മാറി നിതിൻ നബീന് നൽകുമായിരിക്കും. 45-ാമത്തെ വയസ്സിലാണ് അത്തരമൊരു വലിയ പദവിയിലേക്ക് നിതിൻ നബീനെ പാർട്ടി കൊണ്ടുവന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, തിരുവനന്തപുരത്ത് ആര് മേയറാകണമെന്ന് ബി.ജെ.പി. ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു. സംഘപരിവാറിന്റെ അനുവാദത്തോടുകൂടി, സംഘപരിവാറിന്റെ കൂടി താല്പര്യത്തോടു കൂടി ബി.ജെ.പി. ഒരാളെ തീരുമാനിച്ചു കഴിഞ്ഞു. അത് 21-ന് മേയർമാർ സ്ഥാനമേൽക്കുന്നതിന് പിന്നാലെ ബി.ജെ.പി. പ്രഖ്യാപിക്കും. ചിലപ്പോൾ കേന്ദ്ര നേതാക്കളായിരിക്കും പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കും. അതിനൊരു തടസ്സവുമില്ല. ഇനി മേയറാവാൻ യോഗ്യതയുള്ള നമ്മുടെ മേയറൂട്ടി ആര്യ രാജേന്ദ്രനെ പോലെ കഴിവുകെട്ട മേയറല്ല, അതിനേക്കാൾ കഴിവുള്ള, കേരളത്തിന്റെ ചരിത്രത്തിൽ, തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ മികച്ച മേയറാവാൻ കഴിവുള്ള 2 ഡസനോളം ആളുകൾ ഈ വിജയിച്ചതിലുണ്ട്. സംശയം ആർക്കുണ്ട്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസിനോ CPM-നോ അത്തരമൊരു സംവിധാനമുണ്ടോ? നിങ്ങൾ നോക്കൂ, 2 ഡസനോളം 24-ലധികം പേർ തിരുവനന്തപുരം മേയറാകാൻ ക്വാളിറ്റി ഉള്ളവരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആര്യ രാജേന്ദ്രനെ പോലെയല്ല. വേറെ ആരെയും കിട്ടാതെ വന്നപ്പോ അന്ന് മത്സരിച്ച ഒലീന ടീച്ചറും പുഷ്പലതയും ഒക്കെ തോറ്റപ്പോ മറ്റാരെയും കിട്ടാതെ ഞങ്ങൾ ഇതാ ഒരു യുവ നേതാവിനെ എടുത്തു വച്ചു എന്ന് പറയുന്നത് പോലെയുള്ള പൊട്ടത്തനമല്ല, ഭരണപരിചയമുള്ള. നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാനൊരു 4-5 പേരുകൾ പറയാം. VV രാജേഷ്, അതുപോലെ തന്നെ കരമന അജിത്ത്, BG
ഹരികുമാർ, അതുപോലെ തന്നെ സിമി ജ്യോതിഷ്, അതുപോലെ ആശാനാഥ്, അതുപോലെ ആർ ശ്രീലേഖ, അതുപോലെ എത്രയോ പേർ, വിരലെണ്ണാവുന്ന ചില പേരുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാം തന്നെ MR ഗോപൻ, മേലാങ്കോട് പാപ്പനംകോട് സജി, അങ്ങനെ എത്ര പേർ, ഇങ്ങനെ ജനങ്ങൾക്ക് തിരുവനന്തപുരം നഗരത്തിലെ ആളുകൾക്ക് സുപരിചിതരായിട്ടുള്ള എത്രയോ പേരുണ്ട് BJP-യിൽ. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒക്കെ ഇങ്ങനെ തലപുണ്ണാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഔചിത്യമില്ലായ്മയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല, നിങ്ങൾ ഇങ്ങനെ തലപുണ്ണാക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. BJP-ക്ക് വിജയിക്കാൻ അറിയാമെങ്കിൽ ഒരു മേയർ സ്ഥാനാർത്ഥിയെ BJP കണ്ടെത്താനും കഴിയും. BJP തലസ്ഥാന മേയറെ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനുള്ളത്.